ചെടികളുടെ കൂട്ടത്തിൽ, മരങ്ങളുടെ കൂട്ടത്തിൽ ഒരു മരം ഉണ്ട്, വൃക്ഷമുണ്ട്. അത് മുസ്ലിമായ മനുഷ്യനെ പോലെയാണ്. നിങ്ങൾക്കതറിയാമോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും കരുതി നമ്മൾ കണ്ണിൻ്റെ മുമ്പിലുള്ളതിനെപ്പറ്റി ഇങ്ങനെ ചോദിക്കാനില്ലല്ലോ. അപ്പം മലഞ്ചെരുവുകളിലുള്ള അത്ഭുതകരമായ പല മരങ്ങളുണ്ട് കാട്ടിൽ. അതേതാണ് നിങ്ങൾ ചിന്തിച്ച് അവസാനം സഹാബികൾ അല്ലാഹു റസൂലുഹു അലം, നിങ്ങൾക്കതറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് അലാ ഇയൻ നഖ്ലത്തു, അതാ ആ കാണുന്ന നഖ്ലത്താണത് എന്ന് പറയുകയും ചെയ്തു. തിരിച്ചു പോകുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ബാപ്പയോട് പറഞ്ഞു, യാ വാലിദി, ഇന്നി കുന്തു അരിഫു ഇന്ന ഹാദിഹി ശജറത മാദാ, ഈ വൃക്ഷം എന്താണെന്ന് എനിക്ക് അറിയാമായിരുന്നു ഉപ്പ. പിന്നെ നിങ്ങളെപ്പോലുള്ള ആളുകൾ, വലിയ വലിയ മഹാന്മാർ ഇവിടെ ഒരുമിച്ച് കൂടിയതുകൊണ്ട് അവരെ മുമ്പിൽ ഞാൻ കയറി പറയണ്ടെന്ന് വെച്ചിട്ട് പറയാതിരുന്നതാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ മഹാനവർകൾ ഇത് പറഞ്ഞപ്പോൾ വാപ്പ പറഞ്ഞു, മോനെ, വലിയ ആളുള്ള സ്ഥലത്ത് കയറി പറയുന്നത് അത്ഭുതമൊക്കെ ആണെങ്കിലും ഈ പരീക്ഷയിൽ എൻ്റെ മകനെങ്ങാനും വിജയിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ദുനിയാവ് മുഴുവനും കിട്ടുന്നതിനേക്കാൾ നന്നായിരുന്നു മോനെ, സന്തോഷമായിരുന്നു മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ പരീക്ഷ നടത്താൻ, ചോദ്യം ചെയ്യാൻ, അവിടെ മുഹദ്ദിസുകൾ പറയുന്നു, ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ തിരിയാത്ത ചോദ്യം കൊടുക്കരുത്. അത്തദറൂന മാ ഹുവ എന്ന് ചോദിച്ചാൽ തിരിയൂലായിരുന്നു. ഇവിടെ അത്തദറൂന മാ ഹിയ എന്ന് ചോദിച്ചപ്പോൾ അന്നഖലത്തു എന്ന് മറുപടി പറയാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് മാ ഹിയ എന്ന് ചോദിച്ചത് എന്ന് മുഹദ്ദിസുകൾ പറയുന്നു. അപ്പോൾ പരീക്ഷ നടത്തുക, ചോദ്യം. അതുപോലെ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു മറ്റൊരു സഹാബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുക്കൽ ഒരു ചോദ്യം ചോദിച്ചു. ഉസൈദ് ചോദിക്കേണ്ടാത്തൊരു ചോദ്യമാണ്, സദസ്സിൽ ചോദിക്കേണ്ട ചോദ്യമല്ല. فغضب رسول الله صلى الله عليه وسلم غضبا شديدا. ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യം പിടിച്ചു. അപ്പോൾ ഒരു കുട്ടിയുടെ മുമ്പിൽ ദേഷ്യം പിടിച്ചിട്ട് അവനെ പഠിപ്പിക്കലും ആവശ്യമാണ്, പക്ഷേ അടികൊണ്ടല്ല, കുറച്ച് ഗൗരവത്തിൽ സംസാരിക്കാന്നർത്ഥം. കുറച്ച് ഗൗരവത്തിൽ, എന്താണ് നീ കളിക്കുന്നത്, എന്താണ് നീ പഠിക്കാത്തത്, ഇതിങ്ങനെ ഗൗരവത്തിൽ ചോദിച്ചുകൊണ്ട് ദേഷ്യം പിടിക്കാം. ഉസൈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യം പിടിച്ചപ്പോൾ ഞാൻ വല്ലാതെ ബേജാറായിപ്പോയി. എങ്ങനെയുണ്ട് ഇവിടുന്ന് ഒന്ന് കഴിച്ചിലാവാൻ എന്ന് കരുതി നിൽക്കുമ്പോഴാണ് ഒരു സംഘം അവിടത്തേക്ക് വരുന്നത്. അവർ വന്നപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ അവരിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞു. അപ്പോൾ മെല്ലെ ഞാൻ ആ സദസ്സിൻ്റെ പിന്നിലൂടെ ഊരി മെല്ലെ പുറത്ത് കടന്നിട്ട് പുറപ്പെട്ടു. കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ എവിടുക്കാ പോണത്, വിടുക. അപ്പോൾ ഉസൈദ് പറയുന്നു, സുബ്ഹാനല്ലാഹ്, ഇത്രയും നേരം എന്നോട് ദേഷ്യം പിടിച്ച് ഇനി എന്താ പറയാ റബ്ബേ,
ഇനി അതിനകത്ത് പറഞ്ഞതിലും അധികം പറയാനുണ്ടാകുമോ എന്ന് പേടിച്ച്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചാൽ പോകാതിരിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ചെന്നപ്പം എന്താണ്ടായത്, ഈ വന്ന സംഘം കുറച്ച് പാല് കൊണ്ടുവന്നിരുന്നു. ആ പാലിൽ നിന്ന് അല്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ചു. ബാക്കി ഇസ്ഖി യാ ഹുളൈർ, ഹുളൈർ കുടിച്ചോന്ന് പറഞ്ഞാണ്ട് കുടിച്ചു. അപ്പോ ഹുസൈദ് പറയുന്നെന്താ, ഫഅറഫ്തു അന്നഹു ലം യഗ്ളബ്. നേരത്തെ ഗളിബൻ ശദീദൻ, ശക്തിയായി ദേഷ്യം പിടിച്ചു എന്ന് പറഞ്ഞ അതേ ഹുസൈദ് ഇബ്നു ഹുളൈർ പറയുന്നു, ഫഅറഫ്തു അന്നഹു ലം യഗ്ളബ്, റസൂലുള്ളാഹി ദേഷ്യം പിടിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. തമ്മിൽ വൈരുദ്ധ്യമല്ലേ അത്? അതിന് മഹാന്മാരായ മുഹദ്ദിസുകൾ പറഞ്ഞു, ഇതിൻ്റെ അർത്ഥം ദേഷ്യം പിടിച്ചിട്ടുണ്ട്, പക്ഷേ ആ ദേഷ്യം ഉള്ളിൽ തട്ടുന്ന ദേഷ്യമല്ല. നമ്മളെ ആക്രമിച്ചവരോടും അതുപോലെ വിരോധികളോടൊക്കെ ഉള്ള ദേഷ്യമുണ്ട്, അത് ഉള്ളിലുള്ള ദേഷ്യമാണ്. ഇത് പുറത്ത് ഇങ്ങനെ ദേഷ്യം പോലെ കാണിക്കാണ് കുട്ടികളോട്. അല്ലാതെ കുട്ടികൾക്ക് ഒരിക്കലും കുട്ടികളോട് മറ്റൊരു നിലക്ക് ദേഷ്യം ഉണ്ടാവാൻ പാടില്ല. മറ്റൊന്ന്, ഏതൊരു കുട്ടിയെയും ഒരു സദസ്സിൽ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ സദസ്സ് പിരിഞ്ഞ് കുട്ടി പോകുന്നതിൻ്റെ മുമ്പ് തന്നെ അവനെ ശരിയാക്കി എടുക്കണം. ചില കുട്ടികൾ ഒരു പക്ഷേ ഒന്ന് അടിച്ചു പോവുകയോ അല്ലെങ്കിൽ ദേഷ്യപ്പെടുക, പിന്നെ ഞാൻ വായിക്കൂല, ഞാൻ ഇനി വായിക്കൂല എന്ന് പറയുന്നത്, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അവനോട് വായിപ്പിച്ചേ വിടാവൂ, അവനെക്കൊണ്ട് ചിരിപ്പിച്ചിട്ടേ വിടാൻ പാടുള്ളൂ. അപ്പം ആദ്യം ദേഷ്യപ്പെട്ടു പോയാലും അവനെ രണ്ടാമത് ചിരിപ്പിക്കണം. അങ്ങനെ ചിരിപ്പിച്ച് സന്തോഷമാക്കി ഈ ഉസ്താദിനോട് സ്നേഹത്തോടു കൂടിയായിരിക്കണം കുട്ടി പിരിഞ്ഞു പോകുന്നത്. ഇതൊരു ട്രെയിനിങ്ങാണ്. നടന്നുവിട്ട് പോണയ്ക്ക് പൊട്ടെന്നുള്ള ആ ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. തികച്ചും കുട്ടികൾ നമ്മുടെ റൂഹിൻ്റെ കഷ്ണമാണ്. ആ കുട്ടികൾ നന്നായി തീരണം. അതിനെന്തെല്ലാമാണ് ഹിക്മത്ത് എന്ന് കണ്ടുപിടിച്ച് അവരെ ശരിപ്പെടുത്തിയെടുക്കണം. ഇതാണ് ട്രെയിനിങ്. പഠിപ്പിക്കുന്ന സ്ഥലത്തും ഖുർആനിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള കാര്യം പറയുന്ന സ്ഥലത്തും ഏറ്റവും വലിയ അപകടമുള്ള ഗൗരവമുള്ള കാര്യം പറയുന്ന സ്ഥലത്തും പ്രത്യേകം ഒരു ശൈലിയാണ് അല്ലാഹു തആല സ്വീകരിച്ചിട്ടുള്ളത്. കുട്ടികൾ ബെഞ്ചുമേൽ നോക്കിയിട്ട് ഇങ്ങനെ ഉറങ്ങുന്നുണ്ടാവും ചില കുട്ടികൾ. അപ്പോൾ ആ കുട്ടികളെ മുമ്പിൽ ഇങ്ങനെ വായിച്ചാൽ പോരാ, എന്താക്കണം, അവരെ ഉണർത്തണം. ഉണർത്തി അവരുടെ മുഖം ഈ ക്ലാസ് എടുക്കുന്ന ഉസ്താദിൻ്റെ മുഖത്തേക്ക് നോക്കിക്കണം. അല്ലെങ്കിൽ കിതാബിൽ നോക്കണം. കിതാബിൽ നോക്കേണ്ട സമയത്ത് കിതാബിൽ നോക്കിക്കണം. അല്ലാത്ത സമയത്ത് വിശദീകരണം കൊടുക്കുമ്പോൾ ഉസ്താദിൻ്റെ മുഖത്തേക്ക് ഈ കുട്ടികളുടെ എല്ലാവരുടെയും മുഖം ഉണ്ടായിരിക്കണം. അതിന് തനബ്ബുഹ് ചെയ്യണം. വലിയ കാര്യം പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് തനബ്ബുഹ് വേണം. കണ്ടോ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്രി കണ്ടോ, അതിൻ്റെ ഇടയിലൊന്നുണ്ട്. ഒന്നാ ലൈലത്തുൽ ഖദ്ർ. വേഗം അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ പോരെ, ലൈലത്തുൽ ഖദ്രി ഖൈറുൻ പോരാ, ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിപ്പിക്കുക. ലൈലത്തുൽ ഖദ്ർ, നീ എന്താ ലൈലത്തുൽ ഖദ്ർ എന്താണെന്ന് അറിയില്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നഫ്സിൽ കൂടുതൽ ഭരിക്കുന്ന വസ്തു ആണ് ലൈലത്തുൽ ഖദ്ർ ഖൈറുൻ. അതുപോലെ വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ. ഇത് പറഞ്ഞിട്ട് കല്ല ലയുംബദന്ന ഫിൽ ഹുതമ. നല്ല ഓർമ്മ വെച്ചോളണം.
ഗൗരവത്തിൽ പറഞ്ഞിട്ട് എന്നെ എവിടെ വലിച്ചിടും? ഹുതമത്തിൽ വലിച്ചിടും. ഉമ്മ തന്നെ പിന്നാരി എന്ന് പറഞ്ഞാൽ പോലെ അവിടെ ഇല്ല. ഉമ്മ തന്നെ ഫിൽ ഹുതമത്തി എന്ന് പറഞ്ഞിട്ട് പിന്നെ ചോദിക്കുന്നു ഒമാ അതറാക്കമൽ ഹുതമ. ഹുതമത്ത് എന്താണെന്ന് അറിയാമോ? അത് നറുല്ലാഹിൽ മുഖദ, കത്തിച്ച് ചൂടാക്കപ്പെട്ട തീയാണ് കേട്ടോ, നരകമാണ് കേട്ടോ. അപ്പോ ഈ വിഷയത്തിൻ്റെ ഗാംഭീര്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വരാനാണ് അള്ളാഹു തആല ഇങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ പെട്ടെന്നില്ല ഉമ്മ തന്നെ പിന്നാരി എന്ന് പറഞ്ഞാൽ സംഗതി മനസ്സിലാവുമല്ലോ. പക്ഷെ അള്ളാഹു തആല അവിടെ ഇല്ല, ഉമ്മ തന്നെ ഹുതമത്തി, എല്ലാവർക്കും പരിചയമില്ലാത്ത ഒരു ലഫ്ള് അവിടെ കൊണ്ടുവന്ന് എന്നിട്ട് ഒമാ അദ്റാക്കമൽ ഹുതമ, ഹുതമത്ത് എന്താണ് എന്ന് ചോദിച്ചു. എന്നിട്ട് പിന്നെ രണ്ടാമത് നാറുല്ലാഹി പരിചയമുള്ള ലഫ്ള് കൊണ്ട് പറഞ്ഞു തന്നു. ആദ്യം പരിചയമില്ലാത്ത ലഫ്ള്, പിന്നെ പരിചയമുള്ള ലഫ്ള് കൊണ്ട് പറഞ്ഞു തന്നു. ഇതെന്തൊരു ട്രെയിനിങ്ങാണ്! അങ്ങനെ പിന്നെ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദറിൻ്റെ അവിടെ ഖൈറായ കാര്യം, മറ്റോടത്ത് ദേഷ്യം പിടിക്കേണ്ടുന്ന കാര്യം. അൽ ഖാരിഅത്തു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. അങ്ങനെ തുടങ്ങിയിട്ട് ഖുർആനിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഗൗരവമുള്ള വിഷയം പറയുന്ന സ്ഥലത്ത് അത് ശിക്ഷയുടെ അടിസ്ഥാനത്തിൽ ഗൗരവമായതായാലും പ്രതിഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗൗരവമുള്ളതാണെങ്കിലും അതിനെ പ്രത്യേകം തനബ്ബുഹ് ചെയ്ത് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടാണ് അള്ളാഹു തആല പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളെ മൊത്തം ഇങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞിട്ട് അവനെ ഒറ്റ നോക്കൽ, അവൻ നോക്കണം, അവൻ മുഖത്തേക്ക് നോക്കണം എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിപ്പിച്ചുകൊണ്ട് കുട്ടികൾക്ക് ക്ലാസ് എടുത്താൽ മാത്രമേ ഈ ക്ലാസ് പ്രയോജനപ്പെടുകയുള്ളൂ. വായിച്ചൂട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വായിച്ചാൽ അങ്ങനെ പ്രയോജനപ്പെടുകയില്ല. അപ്പം ചുരുക്കത്തിൽ ഖുർആൻ നോക്കിയാൽ, ഹദീസ് നോക്കിയാൽ എല്ലാ സ്ഥലത്തും. പിന്നെ സഹീഹുൽ ബുഖാരിയുടെ ആദ്യത്തെ ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഞാൻ നിർത്തുകയാണ്. എന്താണത്? ഹദീസ് മുഹാജിരി ഉമ്മി ഖൈസ് എന്നാണ് ഈ ഹദീസിന് പേര്. ഉമ്മു ഖൈസ് എന്ന പെണ്ണിൻ്റെ വിഷയത്തിൽ ഹിജറ ഉദ്ദേശിച്ച ആളെ സൂചിപ്പിക്കുന്ന ഹദീസ്. പറഞ്ഞതിൻ്റെ അർത്ഥം, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോവാൻ കൽപ്പിക്കപ്പെട്ടപ്പോൾ ആ കൂട്ടത്തിൽ ഒരു സഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൽബിൽ തബാദറ ഇലാ ഖൽബിഹി, അവൻ്റെ കൽബിലേക്ക് ഉളരി, എന്താണ്, ഞാനും ഉമ്മു ഖൈസ് എന്ന പെണ്ണുമായി വിവാഹം നടത്താൻ ആലോചന നടക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഉമ്മു ഖൈസ് ഹിജറ പോവും, ഞാനിവിടെ ആയാൽ നിക്കാഹ് നടക്കാതെയായി പോവും എന്ന് ഒരു കാര്യം ഹൃദയത്തിൽ വന്നുപോയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് ആ കാര്യം അറിയുകയാണ്. അള്ളാഹുവിൻ്റെ തആല അറിയിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അറിയിച്ചു കൊടുത്തപ്പോൾ ഈ സ്വഹാബിനത് പഠിപ്പിക്കണം. അതെങ്ങനെയാ? അത് ഒരു മുദരിസ് രാത്രി രണ്ടാം ദർസിൽ ഇങ്ങനെ നടക്കലില്ലേ മുദരിസുമാർ, കുട്ടികൾ കളിക്കുന്നുണ്ടോ ഒന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി നടക്കും. അപ്പോൾ നടക്കുമ്പോൾ ഒരുത്തനുണ്ട് ഊന്നിട്ട് ഇങ്ങനെ ഊതുന്നു. അപ്പോൾ ഇത് ഉസ്താദ് കണ്ട് എന്നുള്ളത് ഓനും കണ്ട്. എന്നാൽ ഇങ്ങോട്ട് വേടാന്ന് പറഞ്ഞിട്ട് ഇവനെ പിടിച്ച് 4 അടി അങ്ങോട്ട് വെച്ചു കൊടുത്ത് പിറ്റേന്ന് ആളുകളുടെ ഇടയിലല്ലേ വെച്ച് ഇവനെ വഷളാക്കി. ഒരു കാര്യവും ഉണ്ടാവില്ല, ഒരു നഫയും ഉണ്ടാവില്ല. പിറ്റേന്ന് വന്നപ്പോൾ ഉസ്താദിൻ്റെ ഒരു ബഹ്സ്, പുകവലിയുടെ ആപത്ത്. പുകവലിച്ചാൽ വയസ്സ് കുറഞ്ഞു പോകും
വേഗം മരിച്ചു പോകും.